ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെക്സിക്കൻ സ്നാക്കായ നാച്ചോസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നാച്ചോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന സാൽസയും ചീസ് ഡിപ്പും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമ്മളിന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്ന ഗോക്കമോളി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നാച്ചോസ് ചിപ്സിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. 1 കപ്പ് മെയ്സ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. മെയ്സ് ഫ്ലവർ നമുക്ക് ഓൺലൈനിലും അല്ലാതെ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അത് 1 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ മൈദ 1 കപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2.5 ടീസ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഒന്ന് ക്രംബ് മിക്സ് ചെയ്യുക. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമല്ലോ, ഒരു മണലിൻ്റെ കൺസിസ്റ്റൻസി വരുന്നവരെ. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കറക്റ്റായെന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ, ഒരു പിടി പിടിച്ച് നോക്കുമ്പോൾ അത് ഷേപ്പിൽ നിൽക്കണം. അങ്ങനെ ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്രംബ് മിക്സ്ചർ ശരിക്കും റെഡിയായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് സമയം മാറ്റി വയ്ക്കാം. നമുക്ക് 15 മിനിറ്റ് സമയത്തിന് ശേഷം നമുക്കിത് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് കട്ടി കുറഞ്ഞ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഒരു ദോശക്കല്ലിലിട്ടിട്ട് ഇത് 30 സെക്കൻഡ് വീതം ഓരോ വശവും ചുട്ടെടുക്കാം. ഒരുപാട് ചുട്ടെടുക്കാൻ പാടില്ല. ഇത് നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ വശവും 30 സെക്കൻഡ് ചൂടായ ദോശക്കല്ലിലിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് എടുക്കുക. എടുത്ത് നമുക്ക് ഇതുപോലെയെല്ലാം മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ നാച്ചോസിനുള്ള ഷീറ്റ്സും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നാച്ചോസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സിസേഴ്സാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് എടുത്താലും അത് ഷേപ്പിൽ കട്ടായി വരും. ഇതുപോലെ ട്രയാങ്കിൾസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ചൂടാക്കി അതിൽ ഈ ട്രയാങ്കിൾസ് എല്ലാം ഇട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആൻഡ് ക്രിസ്പി ആയി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നാച്ചോസ് ചിപ്സ് എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ലംസ് ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 4 ചീസ് സ്ലൈസസ്, നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ചീസ് സ്ലൈസിൽ 4 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ചീസ് സ്ലൈസിൽ ഉപ്പുള്ളത് കാരണം നമ്മൾ ഈ സോസിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ചീസെല്ലാം ഒന്ന് കമ്പൈനായി നന്നായിട്ടൊരു സോസിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഗോക്കമോളി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. ആ എപ്പിസോഡ് കാണാത്തവർ എന്തായാലും പോയി കാണുക. ഇത് റൈപ്പായിട്ടുള്ള അവക്കാഡോ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിപ്പാണ്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് സാൽസയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ആദ്യം ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വറ്റൽമുളകും ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. പുറമെല്ലാം നന്നായിട്ട് ബ്ലാക്കായി വരുന്നവരെ ഒരു 10 മിനിറ്റ് സമയം വരെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഒരു മിക്സി ജാറിലിട്ട് ഒരു പേസ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഈ പേസ്റ്റിലേക്ക് 1/2 കപ്പ് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ സവാള, ഫൈനായിട്ട് കൊത്തി അരിഞ്ഞ തക്കാളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അല്ലെങ്കിൽ ആലപ്പീനോ പെപ്പർ, 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെളുത്തുള്ളി, 1/2 നാരങ്ങയുടെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം മല്ലിയില അല്ലെങ്കിൽ സിലാൻഡ്രോ അരിഞ്ഞത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൽസ റെഡിയായി.
അപ്പോൾ നമ്മുടെ നാച്ചോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഗോക്കമോളി, സാൽസ, ക്രീമി ചീസി സോസ്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് നമുക്ക് ആവശ്യമുള്ള നാച്ചോസ് ചിപ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സാൽസ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോക്കമോളി ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ചീസി ഡിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ ബേക്ക്ഡ് ബീൻസും ചേർക്കാറുണ്ട്. ഞാനിത് സിമ്പിളായിട്ടുള്ള വേർഷനാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് വേർഷന് വേണ്ടിയിട്ട് ബേക്ക്ഡ് ബീൻസ് ഇടേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള നാച്ചോസ് പ്ലേറ്റ്. ഇത് ഇങ്ങനെ പുറത്തിടാണ്ട് നമുക്ക് വെറുതെ ഡിപ്പായിട്ടും സൈഡിൽ വെച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ എടുത്ത് കഴിക്കാൻ നമുക്ക് കുറച്ചും കൂടി ഈസിയും ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നാച്ചോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡിൽ ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.